അയോധ്യ എന്നാൽ അജയ്യമായ നഗരം എന്നാണ് അർത്ഥം. BC 2-ാം സഹസ്രാബ്ദം മുതൽ രാമജന്മഭൂമി ഒരു പുണ്യസ്ഥലമായി തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. 12-ാം നൂറ്റാണ്ട് ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് അറിയപ്പെടുന്ന അവസാനത്തെ മന്ദിരം നിർമ്മിച്ചത് ഗഹാദവാല രാജവംശത്തിലെ ഒരു രാജാവാണ്. ഈ ചിത്രം 12-ാം നൂറ്റാണ്ടിലുണ്ടായ ശിലാലിഖിതത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. 1528 ആദ്യത്തെ മുഗൾ ചക്രവർത്തിയായ ബാബറിൻ്റെ ജനറലായിരുന്ന മിർബാക്കിയാണ് രാമക്ഷേത്രം അന്ന് തകർത്ത് കളഞ്ഞത്. 1608 മുതൽ 1611 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് സഞ്ചാരിയായ വില്യം ഫിഞ്ച് ശ്രീരാമൻ്റെ ജന്മനഗരത്തോടുള്ള ഹിന്ദുക്കളുടെ ബഹുമാനവും സ്നേഹവും എത്രത്തോളമുണ്ടെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയും ശ്രീരാമൻ്റെ കോട്ടയുടെ അവശിഷ്ടങ്ങളെ വളരെ വിശദമായിട്ട് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1551 മുതൽ 1602 വരെയുള്ള കാലഘട്ടങ്ങളിൽ അബുൽ ഫാസൽ, ഐൻ-ഇ അക്ബരി എന്നിങ്ങനെയുള്ള വ്യക്തികൾ അയോധ്യയെ ഒരു പുണ്യഭൂമിയായി കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ചൈത്രമാസത്തിലെ ശ്രീരാമൻ്റെ ജന്മദിനത്തിൽ ഒരു വലിയ മതപരമായിട്ടുള്ള ഉത്സവം തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. മുഗൾ ചക്രവർത്തിയായ അക്ബർ തൻ്റെ കൊട്ടാരത്തിലെ ബീർബൽ, തോഡർമൽ എന്നിവരുടെ നിർബന്ധപ്രകാരം ഇവിടെ ഒരു പ്ലാറ്റ്ഫോമും ഒരു ചെറിയ ശ്രീരാമക്ഷേത്രവും നിർമ്മിക്കുവാൻ ആ കാലത്ത് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന ഹിന്ദുക്കൾക്ക് ഒരു ദോഷവും വരരുതെന്ന് അദ്ദേഹം ഉത്തരവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഉത്തരവിനെ തുടർന്ന് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ 1592 മുതൽ 1666 കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ദൈനംദിന ആരാധനയ്ക്ക് ഒരു ഇടപെടലും ഇല്ലാതെ അനുവാദം കൊടുക്കുകയുണ്ടായി. 1634 രാമജന്മഭൂമിയിലെ രാംചന്ദിൻ്റെ പഴയ കോട്ടയെക്കുറിച്ച് തോമസ് ഹെർബർട്ട് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. 1717 രാജസ്ഥാനിൽ നിന്നുള്ള രജപുത്ര രാജാവായ രാജ ജയ്സിംഗ് രണ്ടാമൻ ഇവിടെ തീർത്ഥാടനം സുഗമമാക്കുന്നതിനായി ആ പരിസരത്തൊക്കെ ഉള്ള കുറേ വസ്തുക്കൾ, സ്ഥലമൊക്കെ വാങ്ങുകയുണ്ടായി. 1766 മുതൽ 71 കാലഘട്ടങ്ങളിൽ ജോസഫ് ടി പെന്തലർ, ഒരു ഓസ്ട്രേലിയൻ ജസ്യൂട്ട് പുരോഹിതനായ അദ്ദേഹം ഹിന്ദു ഭക്തർ ആരാധിക്കുന്ന തൊട്ടിലിനെക്കുറിച്ചും ശ്രീരാമൻ്റെ ജന്മദിനമായ രാമനവമിയിൽ തീർത്ഥാടകരുടെ ഒരു വലിയ സമ്മേളനത്തെക്കുറിച്ചും വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഒരു മുഗൾ ഭരണാധികാരി ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് ഒരു ക്ഷേത്രം നശിപ്പിച്ചതും അതിനു മുകളിൽ ഒരു മസ്ജിദ് നിർമ്മിച്ചതും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. 1810 ഫ്രാൻസിസ് ബുക്കാനൻ ഈ സ്ഥലം സന്ദർശിക്കുകയും നശിപ്പിക്കപ്പെട്ട ഈ കെട്ടിടം ശ്രീരാമൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണെന്നും വീടല്ലെന്നും പ്രസ്താവിക്കുകയുണ്ടായി. മസ്ജിദിൻ്റെ ഭിത്തിയിൽ ബാബർ പണി കഴിപ്പിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ലിഖിതവും ബുക്കാനൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1828 വാൾട്ടർ ഹാമിൽട്ടൺ തൻ്റെ ഗസറ്റിയറിൽ മഹാനായ രാമൻ്റെ തലസ്ഥാനത്തിൽ തീർത്ഥാടകരുടെ അനർഗളമായിട്ടുള്ള ഒരു ഒഴുക്കിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 1838 കിഴക്കൻ ഇന്ത്യയെക്കുറിച്ചുള്ള ചരിത്രപരവും
ഭൂപ്രകൃതിപരവുമായ വിവരങ്ങൾ സമാഹരിക്കുവാനുള്ള ചുമതല ഏൽപ്പിച്ച മോണ്ട് ഗോമറി മാർട്ടിൻ അയോധ്യയെ ഒരു ഹിന്ദു നഗരമായി വിശേഷിപ്പിക്കുന്നുണ്ട്. പള്ളിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കറുത്ത കല്ല് തൂണുകളെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. 1858 പഞ്ചാബിൽ നിന്നുള്ള ബാബ ഫക്കർ സിംഗ് ഖൽസയുടെ നേതൃത്വത്തിൽ 25 നിഹാംഗ് സിഖുകാർ തർക്കമുള്ള കെട്ടിടത്തിൽ പ്രവേശിക്കുകയും ചുവരുകളിൽ ഒക്കെ കരികൊണ്ട് രാമൻ എന്നെഴുതുകയും മതപതാക സ്ഥാപിക്കുകയും ശ്രീരാമന് ഹവനം നടത്തുകയും ചെയ്തുവെന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പോലീസ് രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 1858 തുടർച്ചയായ അസ്വാസ്ഥ്യങ്ങൾക്ക് ശേഷം 2 സമുദായങ്ങൾക്കും വെവ്വേറെ പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് ബ്രിട്ടീഷ് അധികാരികൾ ഒരു വേലി കെട്ടി രണ്ടിനെയും തരംതിരിച്ച് വിഭജിക്കുകയുണ്ടായി. 1862 മുതൽ 63 കാലഘട്ടങ്ങളിൽ പ്രമുഖ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ അലക്സാണ്ടർ കുന്നിംഗാം ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ജനം ആസ്ഥാൻ അല്ലെങ്കിൽ രാമൻ്റെ ജന്മസ്ഥല ക്ഷേത്രം നിലകൊള്ളുന്നു എന്ന് പരാമർശിക്കുകയുണ്ടായി. 1866 ബൈഗാരികൾ എന്ന ഹിന്ദു സന്യാസിമാർ ഈ കോമ്പൗണ്ടിനുള്ളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെറിയൊരു നിർമ്മിതി നിർമ്മിച്ചുവെന്നും ആ ഘടന പൊളിച്ചു മാറ്റാൻ അഭ്യർത്ഥിച്ചുവെന്നും തർക്കഘടനയുടെ പരിപാലകനായ മുത്തവല്ലി ജില്ലാ കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1870 അയോധ്യയോട് ചേർന്നുള്ള ഫൈസാബാദിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കമ്മീഷണറായ പേട്രിക് കാർണേജി ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ് ജന്മാഷ്ഠാൻ അടയാളപ്പെടുത്തിയതെന്നും അതിനു മുകളിൽ ബാബർ ഒരു പള്ളി പണിതിട്ടുണ്ടെന്നും പ്രസ്താവിക്കുകയുണ്ടായി. വിവിധ ബ്രിട്ടീഷ് കോടതികളിലും റവന്യൂ രേഖകളും രാമജന്മഭൂമി സ്ഥലത്തെ മസ്ജിദ് ഇ ജന്മസ്ഥാൻ എന്ന് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1877 തർക്കഘടനയിൽ കറുത്ത കൊത്തുപണികളുള്ള തൂണുകൾ ഉപയോഗിക്കുന്നതായി W.C. ബെന്നറ്റ് അദ്ദേഹത്തിൻ്റെ ഗസറ്റിയറിൽ പരാമർശിച്ചിട്ടുണ്ട്. 1885 പ്ലാറ്റ്ഫോമിന് മുകളിൽ ഒരു ഘടന നിർമ്മിക്കാൻ അനുവദിക്കണമെന്ന് മഹന്ത് രഘുബീർ ദാസ് പ്രാദേശിക കോടതിയിൽ അപേക്ഷ നൽകുകയുണ്ടായി. ഹർജി നിരസിച്ചുകൊണ്ട് ഫൈസാബാദ് ജില്ലാ ജഡ്ജി കേണൽ FEA ചാമിയർ തൻ്റെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഹിന്ദുക്കൾ പ്രത്യേകം പവിത്രമായി കരുതുന്ന ഭൂമിയിൽ ഒരു മസ്ജിദ് നിർമ്മിക്കേണ്ടത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്. എന്നാൽ 356 വർഷങ്ങൾക്ക് മുമ്പ് ആ സംഭവം നടന്നതിനാൽ അത് വളരെ ദൗർഭാഗ്യകരമാണ്, പരാതി പരിഹരിക്കുവാനായിട്ട് വൈകി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 1912 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലഫ്റ്റനൻ്റ് ഗവർണർ അയോധ്യ സന്ദർശനത്തിന് ശേഷം അയോധ്യയുടെ പുണ്യഭൂമിയോട് അവർക്കുള്ള ബഹുമാനത്തെ അഭിനന്ദിക്കുവാൻ ഹിന്ദുവല്ലാത്ത ആർക്കും വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. 1913 ജനുവരി 25 യുണൈറ്റഡ് പ്രൊവിൻസ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി R. ബേൺ ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ സംഘർഷത്തിൻ്റെ ഒരു ശാശ്വതമായ കാരണം പരമ്പരാഗത സ്ഥലത്ത് ഒരു പള്ളി നിലനിന്നതാണ്. ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് 1528 ബാബർ ചക്രവർത്തി പുരാതന ക്ഷേത്രം നശിപ്പിക്കുകയും പുതിയ കെട്ടിടത്തിനായി അതിലെ സാമഗ്രികൾ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് വ്യക്തമാക്കി. 1934 ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ബൈരാഗികളുടെ, അതായത് ഹിന്ദു സന്യാസിമാരായ ബൈരാഗികളുടെ ഒരു വലിയ ജനക്കൂട്ടം
ഈ തർക്കമുള്ള കെട്ടിടം അടിച്ചു തകർക്കുകയും നിയമലംഘകരിൽ നിന്ന് വലിയ പിഴ ഈടാക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. 1949 തർക്കമുള്ള കെട്ടിടത്തിനുള്ളിൽ ശ്രീരാമൻ്റെ ഒരു മൂർത്തി പ്രത്യക്ഷപ്പെടുകയുണ്ടായി. 1949 ഡിസംബർ 26 ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ഔദ്യോഗിക റിപ്പോർട്ടിൽ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ കെ കരുണാകരൻ നായർ ക്ഷേത്ര പരിസരം എല്ലാ സമയത്തും കൈവശം വച്ചിരിക്കുമ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ 1 മണിക്കൂർ ഒഴികെ എല്ലാ സമയത്തും പള്ളി വിജനമായിരിക്കുമെന്ന് പരാമർശിക്കുന്നുണ്ട്. ജുഡീഷ്യൽ ഉത്തരവുകളെ തുടർന്ന് ഹിന്ദു ആരാധനയ്ക്ക് തടസ്സമില്ലാതെ തുടരുവാൻ അനുവദിച്ചെങ്കിലും ശ്രീരാമൻ്റെ മൂർത്തി സ്ഥാപിച്ച പരിസരം ഭരണകൂടം പൂട്ടുകയുണ്ടായി. കേരളത്തിൽ നിന്നുള്ള കെ കരുണാകരൻ നായർ ഈ ജുഡീഷ്യൽ ഉത്തരവ് നടപ്പിലാക്കി തൽസ്ഥിതി മാറ്റുവാനുള്ള ഒന്നിലധികം സമ്മർദ്ദങ്ങളെ ചെറുക്കുകയും ഒടുവിൽ അദ്ദേഹം രാജിവെക്കുകയും ചെയ്യുകയുണ്ടായി. 1949 ജുഡീഷ്യൽ ഉത്തരവിന് ശേഷം തർക്കഭൂമിയിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 1951 ഫൈസാബാദിലെ സിവിൽ ജഡ്ജി 1951 മാർച്ച് 3 തൻ്റെ കോടതി ഉത്തരവിൽ 1936 മുതൽ ഹിന്ദുക്കൾ തർക്കഭൂമിയിൽ പൂജ നടത്തുമ്പോൾ മുസ്ലിങ്ങൾ ഈ സ്ഥലം പള്ളിയായി ഉപയോഗിക്കുകയോ പ്രാർത്ഥന നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ടു. 1977 വിഖ്യാത പുരാവസ്തു ഗവേഷകനായ പ്രൊഫസർ ബി ലാൽ ഈ സ്ഥലത്ത് നടത്തിയ ഒരു ആർക്കിയോളജിക്കൽ ഖനനത്തിൽ തർക്ക ഘടനയ്ക്ക് അടിയിലായിട്ടൊരു പുരാതന ഹിന്ദു ക്ഷേത്രമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന നിരവധി പുരാവസ്തുക്കൾ ലഭിച്ചു എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പത്മശ്രീ കെ മുഹമ്മദ് അന്നത്തെ ട്രെയിനി ഉത്ഖനന സംഘത്തിൻ്റെ ഭാഗമായിരുന്നു. 1984 രാമജന്മഭൂമി മോചിപ്പിക്കുവാനും ഒരു മഹത്തായ മന്ദിരം നിർമ്മിക്കുവാനും VHP ഒരു ബഹുജന പ്രസ്താവനം ആരംഭിച്ചു. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ രാം ജാനകി രഥയാത്ര, രാമശിലാ പൂജ തുടങ്ങിയ അഖിലേന്ത്യാ ബോധവൽക്കരണ കാമ്പയിനുകൾ ഹിന്ദു സമാജത്തിൽ നിന്ന് മികച്ച പ്രതികരണത്തോടെ നടത്തപ്പെടുകയുണ്ടായി. 1986 കോൺഗ്രസ് പാർട്ടിയിൽ ഉൾപ്പെട്ടിരുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി തർക്കമുള്ള കെട്ടിടത്തിൻ്റെ ഗേറ്റുകൾ തുറക്കുവാനായിട്ട് ഉത്തരവിടുകയുണ്ടായി. 1989 ശ്രീരാമ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിന് രാജീവ് ഗാന്ധിയും അനുമതി നൽകുകയുണ്ടായി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഹിന്ദു സഹോദരൻ ശ്രീ കമലേശ്വർ ചൗപ്പാലാണ് ഈ ചടങ്ങ് നിർവഹിച്ചത്. 1990 സോമനാഥം മുതൽ അയോധ്യ വരെ ശ്രീ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ രാമരഥയാത്ര ആരംഭിക്കുകയുണ്ടായി. 1990 കർസേവകർക്കോ സന്നദ്ധ സംഘടനയ്ക്കോ രാമമന്ദിരം നിർമ്മിക്കുവാനായിട്ട് ഒരു ആഹ്വാനം കൊടുക്കുകയുണ്ടായി. 1990 പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ മലയാളിയായ ശ്രീ കെ മുഹമ്മദ് 15/12/1990 ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി: മുസ്ലിങ്ങൾക്ക് മക്ക എത്ര വിശുദ്ധമാണോ അത്ര തന്നെ വിശുദ്ധമാണ് ഹിന്ദുക്കൾക്ക് അയോധ്യ എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ ദശലക്ഷക്കണക്കിന് ഹിന്ദു സഹോദരങ്ങളുടെ വികാരങ്ങളെ മാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള ഘടന
സ്വമേധയാ കൈമാറുക എന്ന് അദ്ദേഹം ഈ പത്രക്കുറിപ്പിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. നിരവധി ഷിയ നേതാക്കൾ ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായ നേതാക്കളുടെ ഒരു വിഭാഗം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു. എന്നാൽ ഇടതുപക്ഷ ചരിത്രകാരന്മാർ, അക്കാദികന്മാർ ഇവരൊക്കെ ശക്തമായ എതിർ തെളിവുകൾ ഉണ്ടെന്ന് തെറ്റായ ഉറപ്പ് നൽകി ഈ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. 19-20 നൂറ്റാണ്ടുകളിലെ നിരവധി ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഡോക്യുമെൻറ്റേഷൻസ് നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ചരിത്രകാരന്മാർ തള്ളിക്കളയുകയും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഒരു തന്ത്രമാണ് ഇത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1992 തർക്കത്തിലുണ്ടായിരുന്ന ഈ ഒരു ഘടന പൊളിച്ചു മാറ്റുകയുണ്ടായി. 2003 കാലഘട്ടത്തിൽ രണ്ടാമത്തെ വിശദമായിട്ടുള്ള ആർക്കിയോളജിക്കൽ ഖനനം ആരംഭിച്ചു. മന്ദിരത്തിൻ്റെ 50 തൂണുകളുള്ള തർക്കമുള്ള കെട്ടിടത്തിന് കീഴിൽ കൂറ്റൻ ക്ഷേത്രഘടനയുടെ അസ്തിത്വം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ഹിന്ദുമത ചിഹ്നങ്ങളുടെയും മൂർത്തികളുടെയും രൂപത്തിൽ നിഷേധിക്കാനാവാത്ത പല തെളിവുകളും രണ്ടാമത്തെ ആർക്കിയോളജിക്കൽ ഡിസ്കവറിയിൽ കണ്ടെത്തുകയുണ്ടായി. സമകാലിക ക്ഷേത്രങ്ങളുടെ സവിശേഷതമായ മഗർ പ്രണാല, അതായത് ദേവനിൽ നിന്നുള്ള ശുദ്ധീകരണം കളയുവാനുള്ള ജലസംഭരണി അവിടെ കണ്ടെത്തുകയുണ്ടായി. ഇവിടെ ബാലിയെയും 10 തലയുള്ള രാവണനെയും വധിച്ച വിഷ്ണുഹരിയെ ആദരിക്കുന്ന ഒരു മന്ദിരം സ്ഥിരീകരിക്കുന്ന ശിലാലിഖിതവും ഇവിടെ കണ്ടെത്തുകയുണ്ടായി. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വ്യവഹാരങ്ങളിലൊന്ന് ശ്രീ റാം വിരാജ്മാനു വേണ്ടി പോരാടിയ നിയമസംഘത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 92 വയസ്സുള്ള ഒരു ഇതിഹാസ അഭിഭാഷകൻ ശ്രീ കേശവ് പരാശരനും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ മുൻ അറ്റോർണി ജനറലായിരുന്നു. 2019 ഒരു മഹത്തായ ക്ഷേത്രം പണിയുന്നതിനായി രാമജന്മഭൂമി സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി ഏകകണ്ഠമായ വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ശ്രീരാമൻ ഈ സ്ഥലത്താണ് ജനിച്ചതെന്ന ഹിന്ദുക്കളുടെ വിശ്വാസം തർക്കമില്ലാത്തതാണെന്നും അദ്ദേഹം ഭൂമിയുടെ പ്രതീകാത്മക ഉടമയാണെന്നും 5 അംഗ ബെഞ്ച് വളരെ കൃത്യമായിട്ട് ജഡ്ജ്മെൻറ്റിൽ പറയുകയുണ്ടായി. സുന്നി വഖഫ് ബോർഡിന് മസ്ജിദ് പണിയുന്നതിനായി 5 ഏക്കർ സ്ഥലം പകരം നൽകുകയും വേണം എന്ന് ഈ ജഡ്ജ്മെൻറ്റിൽ വ്യക്തമാക്കി. തർക്കം പരിഹരിക്കുന്നതിനായി മുമ്പ് ഷിയ വഖഫ് ബോർഡ് ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ നമ്പർ 1 ആയിട്ട് പറയുവാനുള്ളത്, ഇത് 500 വർഷം പഴക്കമുള്ള ഒരു മഹാസമരമായിരുന്നു. 1984 സംഘപരിവാറോ VHPയോ കണ്ടുപിടിച്ച ഒന്നായിരുന്നില്ല ഈ 500 വർഷം പഴക്കമുള്ള ഈ തർക്കം. നമ്പർ 2, കോടതി ഉത്തരവ് പ്രകാരം 1949 മുതൽ തർക്കമുള്ള കെട്ടിടത്തിന് സമീപം മുസ്ലിങ്ങളെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ അത് ഒരു പ്രവർത്തിക്കുന്ന ഒരു മസ്ജിദും ആയിരുന്നില്ല. നമ്പർ 3, രാമജന്മഭൂമിയെ വിമോചിപ്പിക്കുന്നതിന് ഭാരതത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ 4, KK മുഹമ്മദ് തർക്ക ഘടന ഉപേക്ഷിക്കുവാൻ നിർദ്ദേശിച്ചെങ്കിലും ഇടതുപക്ഷ സ്വാധീനത്തിൽ ബാബറി അനുകൂലികൾ വഴങ്ങുകയുണ്ടായില്ല. നമ്പർ 5, ബ്രിട്ടീഷുകാർ എല്ലാം സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്
എന്നിട്ടും ഇടതുപക്ഷ ചരിത്രകാരന്മാർ ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമാണെന്ന് അവരെ കുറ്റപ്പെടുത്തുകയുണ്ടായി. പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ: രാമജന്മഭൂമി രാമക്ഷേത്രം തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്നു. ഹിന്ദുത്വം ചിലരിൽ നിന്ന് പലരിലേക്കും വ്യാപകമായിട്ട് വരികയും ചെയ്തു. രാഷ്ട്രീയപരമായിട്ട് ഇത് ഹിന്ദു വോട്ടിൻ്റെ ഒരു ഏകീകരണത്തിന് കാരണമായി. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെയും ഹിന്ദു നാഗരികതയുടെയും ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ 500 വർഷങ്ങളുടെ തർക്കത്തിന് ശേഷം ധർമ്മപുരുഷനായിരുന്ന ശ്രീരാമദേവൻ്റെ ജന്മഭൂമിയായ അയോധ്യയിൽ ശ്രീരാമ മന്ദിരം തെരിച്ചുവന്നു. അങ്ങനെ ലോകമെമ്പാടുമുള്ള സമസ്ത ജനങ്ങൾക്കും അഭിമാനത്തിൻ്റെ നിമിഷമായിട്ട് ഭാരതത്തിൻ്റെയും ഹൈന്ദവ നാഗരികതയുടെയും ചരിത്രത്തിലെ ഒരു മഹാ ഇതിഹാസമായി രാമജന്മഭൂമി തിരിച്ചു വന്നു. ശത്രുവിനെ തോൽപ്പിക്കുന്ന മന്ത്രമായ ആ രഘുരാമ മന്ത്രം, ആ രാമമന്ത്രം, ആ ഭാരതം മുഴുവൻ കേൾക്കുവാൻ തക്കവിധം നമുക്കൊരുമിച്ച് വിളിക്കാം: ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ദാശരഥായ വിദ്മഹി സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ദാശരഥായ വിദ്മഹി സീതാവല്ലഭായ